وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനുൽ ബസരി വസുഹുദുഹു വമവാഇദുഹു എന്ന കിതാബിൽ ഇപ്പോൾ വായിക്കുന്ന ഫസ്ല് ഖുർആനുമായി ബന്ധപ്പെട്ട്, അഥവാ ഖുർആനിന്റെ ആയത്തുകളിൽ ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞ ഹിക്മകളും മവാഇദുകളുമാണ്. അദ്ദേഹം പറഞ്ഞ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളുമാണ്. അതിലടുത്തത് വഖറ, ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുള്ള പാരായണം ചെയ്തു, കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ. മുഹ്സിനീങ്ങളുടെ, സാലിഹീങ്ങളുടെ ലക്ഷണമായിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്, രാത്രിയിൽ കുറച്ച് മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ. ബാക്കിയുള്ള സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും ഇബാദത്തിലും നിസ്കാരത്തിലും എല്ലാമായിട്ടാണ് അവർ സമയം ചെലവഴിക്കുക. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫഖാല കാനു യുദീമൂന സ്വലാതഹും ഇല സഹർ. അവർ, ഈ കൂട്ടർ, ഫജ്റിന് മുമ്പുള്ള തൊട്ടടുത്ത സഹർ, നമ്മൾ അത്താഴമെല്ലാം കഴിക്കുന്ന ആ സമയം വരെ അവർ നിസ്കാരത്തിൽ തുടരും, അവർ നിസ്കരിക്കും. സുമ്മ യജ്ലിസൂന യസ്തഗ്ഫിറൂൻ, പിന്നെ അവര് ഇരുന്ന് ഇസ്തിഗ്ഫാർ നടത്തും. അഥവാ സഹറിൽ ഏറ്റവും നല്ല ഇബാദത്ത് എന്താണ്? ഇസ്തിഗ്ഫാർ നടത്തലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം നമുക്ക് കാണാം, അദ്ദേഹം രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ, സഹറിന്റെ അഥവാ ഫജ്റിന് തൊട്ടു മുമ്പുള്ള കുറച്ച് സമയമായി കഴിഞ്ഞാൽ അദ്ദേഹം നിസ്കാരം നിർത്തി അവസാനിപ്പിച്ച് ഇസ്തിഗ്ഫാറിൽ മുഴുകുമായിരുന്നു. ആ സമയത്ത് ഏറ്റവും നല്ലത്, അസ്ഹാറുകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇബാദത്ത് ഇസ്തിഗ്ഫാർ ആണ്. അപ്പൊ അത് ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഹസനുൽ ബസരി റഹിമഹുള്ള അത് പറയാറുണ്ട്. അതുപോലെ വസുഇല അനി നാശിഅത്തിൽ ലൈൽ, രാത്രിയിലെ നിസ്കാരം എന്ന് സൂറത്തുൽ മുസമ്മിൽ പറഞ്ഞിട്ടുള്ള നാശിഅത്തുൽ ലൈൽ അതെന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഹിയ മിൻ അവ്വലിഹി ഇലൽ ഫജ്ർ, അത് രാത്രിയുടെ അവസാനം മുതൽ ഫജ്ർ വരെയുള്ള സമയമാണെന്ന് പറഞ്ഞു. അതായത് രാത്രിയിൽ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇശാഇന് ശേഷം ഫജ്ർ വരെയുള്ള സമയവും രാത്രി നിസ്കാരത്തിന്റെ സമയമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. രാത്രി നിസ്കാരം ആർക്കെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് രാത്രിയുടെ ആദ്യത്തിൽ തന്നെ രാത്രി നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. വിത്രാക്കുന്നത് പോലെ നിസ്കരിക്കാവുന്നതാണ്. അത് ആ സമയം മൊത്തം അതിൽ ഉൾക്കൊണ്ടു എന്ന് അദ്ദേഹം അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി പറഞ്ഞു. വഖറഅ യൗമൻ, അതുപോലെ അദ്ദേഹം ഒരു ദിവസം സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു, വഇബാദുർ റഹ്മാൻ അല്ലദീ യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിലൂടെ താഴ്മയോടുകൂടി നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവിവേകികൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ, അവരോട് ഏതെങ്കിലും വിഷയത്തിൽ ജഹ്ല് പറയുകയാണെങ്കിൽ ഖാലൂ സലാമ, അവർ സമാധാനത്തോടു കൂടിയാണ് മറുപടി പറയാറുള്ളത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹുമുൽ മുസ്ലിമൂൻ അല്ലദീന ലാ യജ്ഹലൂൻ, അവർ മുസ്ലിമീങ്ങളാണ്, അവർ മറ്റുള്ളവരുടെ നേരെ ജഹ്ല് കൊണ്ട്, എന്തെങ്കിലും അറിവ് കേടുകൊണ്ടോ അവിവേകമായിട്ടോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകളാണ്. വൈൻ ജുഹില അലൈഹിം, ഇനി അവരുടെ നേരെ ഏതെങ്കിലും അവിവേകികൾ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവർക്ക് നേരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ ഹലുമു വലം യഅജലു, അവർ വിവേകത്തോടുകൂടി അവധാനതയോടുകൂടി പെരുമാറും. അവര് എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന്. ഒരു മുസ്ലിമിന്റെ അടയാളമാണ്, അവനുണ്ടായിരിക്കേണ്ട മഹത്തായ 2 ഗുണങ്ങളാണ് അൽ ഹിൽം അൽ അനാത്ത്. ഒന്ന്, വിവേകത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക. 2, അവധാനതയോടുകൂടി ഒരു കാര്യം ചെയ്യുക, എടുത്തു ചാടി ചെയ്യില്ല എന്നുള്ളത്.
ഒരു കാര്യം എടുത്തു ചാടി ചെയ്യാത്ത. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സ്വഭാവങ്ങളായി ഹദീസിൽ വന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം എന്തെപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള അവധാനതയോടുകൂടി ആ കാര്യം ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. വഖറ, അതുപോലെ തന്നെ മറ്റൊരു സമയം അദ്ദേഹം സൂറത്തുൽ ഇസ്റായിലെ 13-14 ആയത്തുകൾ പാരായണം ചെയ്തു. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി, ഓരോ മനുഷ്യനും അവന്റെ ശകുനം അത് അവന്റെ കഴുത്തിൽ തന്നെയാണ് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറ, അത് യൗമുൽ ഖിയാമയിൽ പുറത്തു കൊണ്ടുവരും. രേഖപ്പെടുത്തി വെക്കപ്പെട്ട രേഖകൾ എന്നാണ് ഉദ്ദേശം. അത് തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ അത് അവന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ട് പറയും ഇഖ്റ കിതാബക്, നീ നിന്റെ കിതാബ് വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിനക്ക് നീ തന്നെ മതിയായതാണ്, ഈ കിതാബ് ഇത് തന്നെ മതിയായതാണ് നിനക്കിന്ന് വിചാരണയായിട്ട് എന്ന് പറയപ്പെടുമെന്നുള്ള ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, സുമ്മ ഖാല ഇബ്ന ആദം, മനുഷ്യ, ലഖദ് അദല ഫീക മൻ ജഅലക ഹസീബ നഫ്സിക്, നിന്നെ വിചാരണ ചെയ്യുന്ന അവസ്ഥയിലാക്കിയിട്ടുള്ളവൻ അവൻ ഏറ്റവും നല്ല രീതിയിൽ നീതി കാണിച്ചിരിക്കുകയാണ്. നീ ചെയ്ത കർമ്മങ്ങൾ നീ രേഖപ്പെടുത്തി വെക്കപ്പെട്ട് അത് നിന്നോട് തന്നെ വായിക്കാൻ പറഞ്ഞ് നിന്റെ മേലിൽ നിന്നെ തന്നെ വിചാരണയ്ക്ക് യോഗ്യനാക്കിയിട്ടുള്ളവൻ ഏറ്റവും വലിയ നീതിയാണ് കാണിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ ആലോചിച്ചു നോക്കി, സുബ്ഹാനല്ലാഹ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ തന്നെ വായിക്കുക. പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ളത്? വാദിയും പ്രതിയും ഒക്കെ ഒരാളായിട്ട് മാറും. നമുക്ക് വാദിക്കാനും ഉണ്ടാവില്ല, എല്ലാ തെളിവുകളും നമുക്കെതിരായിട്ടുണ്ടാവും. അത് അള്ളാഹുവിന്റെ ഏറ്റവും നീതിപൂർവമായിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വഖറ, അതുപോലെ തന്നെ അദ്ദേഹം പാരായണം ചെയ്തു, ഇന്നമാ നഉദ്ദു ലഹും അദ്ദാ, സൂറത്ത് മറിയമിലെ 14-ാമത്തെ ആയത്ത്, നാം അവർക്ക് കുറച്ചാണ് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് പറയാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ്, ആഖിറുൽ അദദ് ഖുറൂജുൻ നഫ്സ്, ഈ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതിന്റെ അവസാനത്തേത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ റൂഹ് അത് നഷ്ടപ്പെടലാണ്, അഥവാ അവന്റെ മരണമാണ്. എണ്ണി തിട്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലാഹു തആല എല്ലാം അങ്ങനെയാണ്. ഒരാളുടെ ആയുസ് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരാളുടെ റിസ്ക് അത് അല്ലാഹു തആല എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ഓരോ കാര്യങ്ങളും. അപ്പൊ അവസാനത്തേത് അവന്റെ റൂഹ് പോവുക എന്നുള്ളതാണ്. ആഖിറുൽ അദദ് ഫിറാഖുൽ അഹിബ്ബതി വൽ വലദ്, അവസാനത്തെ എണ്ണത്തിൽപ്പെട്ടതാണ് അവന്റെ പ്രിയപ്പെട്ട ഓരോന്നും, അവന്റെ ഇണയാവട്ടെ അവന്റെ സന്താനങ്ങളാവട്ടെ അതിനെയെല്ലാം വിട്ടുപിരിയുക എന്നുള്ളത് അത് അവന്റെ എണ്ണപ്പെട്ടതിൽപ്പെട്ടതാണ്. ആഖിറുൽ അദദ് ദുഖൂലുൽ ഖബർ, എണ്ണപ്പെട്ടതിൽ അവസാനത്തേതിൽപ്പെട്ട കാര്യമാണ് അവൻ ഖബറിൽ പ്രവേശിക്കപ്പെടുക എന്നുള്ളത്. ഫൽമുബാദറത ഇബാദല്ലാഹ് ഇലൽ അഅമാലിസ് സ്വാലിഹ, എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ധൃതി കാണിക്കണം. ഒരു താക്കീത് എന്നോണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ധൃതി കാണിക്കണം, സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങൾ, ഇവിടെ അല്ലാഹു തആല നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആയുസ്, നമ്മുടെ റിസ്ക്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമുക്ക് ഉള്ള ഓരോ കാര്യങ്ങളും. അപ്പൊ അതെല്ലാം കൃത്യമായ എണ്ണത്തിൽ അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം സുമ്മ യഖൂൽ, പിന്നെ ഇതിന് തുടർന്ന് പറയുകയാണ്, ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, ഇന്നമാ ഹിയൽ അൻഫാസ്, തീർച്ചയായിട്ടും ജീവിതം എന്ന് പറഞ്ഞാൽ ചില ശ്വാസം, നമ്മൾ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ആയത്ത് എന്നുള്ളത്. ലൗ ഖദ് ഹുബിസത്, അത് തടയപ്പെട്ടാൽ, ലൻഖതഅത്തിൽ അമലു അല്ലതി ബിഹാ തതഖറബൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അവിടെ അവസാനിക്കും. നമ്മുടെ ശ്വാസം നിൽക്കുന്നതോടുകൂടി ആയുസ് അവിടെ അവസാനിക്കും, നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ അവിടെ നിലക്കും. വൽ ഹസനാതുല്ലതി അലൈഹാ തതവക്കലൂൻ, നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാനുള്ള നിങ്ങളുടെ നന്മകൾ അവിടെ നിൽക്കും. ഫറഹിമല്ലാഹു ഇംറഅൻ ഹാസബ നഫ്സഹു, അല്ലാഹു തആല കാരുണ്യം ചൊരിയട്ടെ ഒരു വ്യക്തി, അവൻ അവന്റെ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നു. വഖാഫ റബ്ബഹു, അവന്റെ റബ്ബിനെ ഭയപ്പെടുന്നു. വത്തഖാ ദംബഹു, അവന്റെ തിന്മകളിൽ നിന്ന് അവൻ രക്ഷ നേടുന്നു, അവൻ തിന്മകളിൽ നിന്ന് ഒരു കവചത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള അടിമക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും പല തിരക്കുകളിൽ നമ്മൾ അശ്രദ്ധമായി പോകുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ അറിയിക്കുന്ന വാക്കുകളാണ്
ഇതുപോലെയുള്ള ഉപദേശങ്ങൾ. അതുപോലെ അദ്ദേഹം സൂറത്തു നിസായിലെ 56-ാമത്തെ ആയത്ത് വഖറ അദ്ദേഹം ഒരു ദിവസം പാരായണം ചെയ്തു. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹു ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. കുല്ലമാ നദിജത് ജുലൂദുഹും, നരകത്തിലെ അവസ്ഥ പറയാ, നരകത്തിലെ ശിക്ഷ പറയാ. ഓരോ തവണ ആ തൊലി വെന്തുരുകി കത്തിക്കരിഞ്ഞു പോകുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അതല്ലാത്ത പുതിയ തൊലികൾ അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ലിയദൂഖു അൽ അദാബ്, അവർക്ക് ശിക്ഷ കൂടുതൽ അനുഭവിക്കാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും തൊലി മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് പാരായണം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ വിറക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. സുമ്മഖാൽ, എന്നിട്ട് പറഞ്ഞു, റുവിയ, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അന്നന്നാറ തഅകുലു ലുഹൂമഹാ കുല്ല യൗമിൻ 70 മറ, ഒരു മനുഷ്യന്റെ ശരീരം നരകത്തിൽ കിടന്നാൽ ഓരോ ദിവസവും 70 തവണയോളം അത് ആ ശരീരത്തെ, തൊലിയെ തിന്നുകൊണ്ടിരിക്കും. സുമ്മ യുഖാലു ലഹും ഊദു, എന്നിട്ട് അവരോട്, ആ തൊലിയോട് പറയും, വീണ്ടും പഴയ പോലെ വരാൻ. ഫയഊദൂൻ, അത് അവർ പഴയ പോലെ, കത്തിക്കരിഞ്ഞ ആളുകൾ വീണ്ടും പഴയ പോലെയാകും. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൻ നാർ വമിൻ അമലിൻ നസ്തൗജിബു ബിഹിൻ നാർ, ഞങ്ങൾ അതിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് രക്ഷ തേടുന്നു, അത് നിർബന്ധമാക്കുന്ന കർമ്മങ്ങളിൽ നിന്നും രക്ഷ തേടുന്നു എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നരകശിക്ഷയെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വളരെയധികം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കി, എത്ര തവണ നരകശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടാവും? അല്ലാഹുമ്മ അജിർനി മിനൻ നാർ എന്നോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ എന്നോ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ, അങ്ങനെ, അല്ലെങ്കിൽ എന്തെല്ലാമാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുആകൾ വന്നിട്ടുള്ളത്, നമ്മൾ മനസ്സറിഞ്ഞ് നരകശിക്ഷയെ ഭയപ്പെട്ടിട്ട് ഇന്നിതാ ഈ മഗ്രിബ് വരെ എത്ര തവണ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ടുണ്ടാവും? പല സലഫുകളും രാത്രി കിടക്കാൻ വന്നാൽ, അഥവാ കിടപ്പറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില ഉദാഹരണങ്ങൾ കാണാം, ചില അസ്രയിൽ കാണാം, അവർ ചട്ടിയിലിട്ട ധാന്യം പോലെ, ഒരു ചൂടുള്ള ചട്ടിയിൽ ധാന്യമണി ഇട്ട് എന്തുണ്ടാവും, അങ്ങനെ ചൂട് കാരണം അങ്ങനെ പൊട്ടിത്തെറിക്കാക്കുന്ന, അതുപോലെ അസ്വസ്ഥരാകുമായിരുന്നു. അപ്പൊ അവരുടെ ഭാര്യമാർ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിക്കും. അപ്പൊ പറയും, നരകത്തിനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ ഉറക്കം കെടുത്തുന്നു എന്നവർ പറയാറുണ്ട്. നമ്മൾ എത്രയാണ് നരകത്തെ ഭയപ്പെട്ട് രക്ഷ തേടിയിട്ടുള്ളത് നമ്മൾ ആലോചിക്കണം. നരകത്തിലെ ഒരു ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ തൊലി വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. തൊലിയാണ് വേദന അനുഭവിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ശാസ്ത്രം പറയുന്നത്. ആ വേദന ഒരാൾ അനുഭവിക്കുന്നതിനുള്ള കാരണം, അത് അനുഭവിക്കുന്നത്. അപ്പൊ അത് കഴിയും തോറും വീണ്ടും വീണ്ടും അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് നരകത്തിലെ ശിക്ഷ ഭയാനകമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വഖറ, അദ്ദേഹം മറ്റൊരിക്കൽ സൂറത്തു റഅദിലെ 24-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, സ്വർഗാവകാശികളോട് പറയുന്ന വാക്കാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് സമാധാനം. ബിമാ സബർതും, നിങ്ങൾ ക്ഷമ അവലംബിച്ചതുകൊണ്ട്. ഫനിഅമ ഉഖ്ബദ്ദാർ, എന്ത് നല്ല താമസ ഭവനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയും. ഹസൻ ബസീർ റഹിമഹുല്ലാ പറയാണ്, സുമ്മ ഖാല സബറു അൻ ഫുദൂലിദ് ദുനിയ, അവർ ദുനിയാവിൽ അമിതമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ഷമ അവലംബിച്ചു. അഥവാ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമാണ് ഹറാമുകൾ എന്നുള്ളത്. ഹറാമുകൾ എന്ത് ചെയ്യണം? അവൻ എന്തായാലും ഒഴിവാക്കണം. ഹറാമ് നരകത്തിലേക്ക് വഴിയെത്തിക്കും. രണ്ടാമത്തേത് മക്രൂഹാത്തുകൾ അവൻ ഒഴിവാക്കണം, വെറുക്കപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തേത് മുത്തശാബിഹാത്തുകൾ, സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. നാലാമത്തേത് അവൻ ഒഴിവാക്കാനുള്ളതാണ് ഫുദൂലുകൾ, അമിതമായിട്ടുള്ള കാര്യങ്ങൾ. ഹലാലായിരിക്കും, പക്ഷെ അമിതമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഹസൻ ബസീർ റഹിമഹുല്ലാ അതിൽ ഏറ്റവും ടോപ്പുള്ളതാ പറയുന്നത്. അപ്പൊ എന്തുണ്ടാവും? ആദ്യത്തെ മൂന്നെണ്ണം അവൻ എന്തായാലും ഒഴിവാക്കിയിട്ടുണ്ടാവും. ഹറാമും മക്രൂഹാത്തുകളും മുത്തശാബിഹാത്തുകളും അല്ലെങ്കിൽ മുസ്തബിഹാത്തുകളും അവൻ ഒഴിവാക്കിയിട്ടുണ്ടാവും. പിന്നെ അവൻ എന്താണുള്ളത്? ഫുദൂലുകളാണുള്ളത്. ഹലാലിൽ തന്നെ അമിതമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ വരെ ഒഴിവാക്കുന്നതിൽ ക്ഷമ അവലംബിച്ച ആളുകളാണ് ഇവിടെ പറയുന്നത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നവരാണ്. വസഹിദൂ ഫിൽ ഫാനി, ഫാനി എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്, അഥവാ ദുനിയാവിന്റെ വിഷയത്തിൽ അവർ വിരക്തി കാണിച്ചിട്ടുണ്ട്.
ഫനാലു അൽ-ആഖിറ, അവർ പരലോകത്തെയാണ് ലക്ഷ്യം വെച്ചത്, പരലോകത്തെയാണ് നേടിയത്. വഹസുനത് ലഹും അൽ-ആഖിബ, അതുകൊണ്ട് അവരുടെ അവസാനം ഏറ്റവും നല്ല രീതിയിലായി. നമ്മളെ ഏറ്റവും അധികം വഞ്ചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദുനിയാവും, രണ്ട് പിശാചും ശൈത്താനും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ഗുറൂറിലാക്കുന്നതാണ്. ഗുറൂർ എന്ന് പറഞ്ഞാൽ നാം ശരിയാണെന്ന് ചിന്തിച്ചു പോകുന്ന, നാം അശ്രദ്ധമായി പോയിരിക്കുകയായിരിക്കും, പക്ഷെ നമ്മെ ഏറ്റവും അധികം അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. ദുനിയാവും അങ്ങനെയാണ്, പിശാചും അങ്ങനെയാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചാൽ, ഇതിന്റെ ഗുറൂറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ അവൻ വലിയ തൗഫീഖ് നൽകപ്പെട്ടവനാണ്. മറ്റൊരിക്കൽ വഖറ, അദ്ദേഹം പാരായണം ചെയ്തു, വകാന തഹ്തഹു കൻസുൽ ലഹുമാ, സൂറത്തുൽ കഹ്ഫിലെ 82ാമത്തെ ആയത്താണ്. വകാന തഹ്തഹു കൻസുൽ ലഹുമാ, സൂറത്തുൽ കഹ്ഫിലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്കറിയാം, ഒരു കുട്ടിയെ മൂസാ നബി അലൈഹിസ്സലാം വധിക്കുകയുണ്ടായി. മതില് ഒരു നാട്ടിലെത്തിയപ്പോൾ മതില് പൊളിഞ്ഞു വീഴാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ അത് നേരെയാക്കി വെച്ചത് എന്തിനാണ് എന്നുള്ള ഖിദ്ർ നബിയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയിൽ പറയുന്നതാണ്, അതിനടിയിൽ എന്തുണ്ട്, അവരുടെ ഉപ്പ അവർക്ക് വേണ്ടി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാനുള്ള ഒരു നിധി ഉണ്ട് എന്ന് പറയും. അപ്പൊ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫഖാല റുവി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അന്നഹു കാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്, ഇത് തഫ്സീർ തൊബരിയിലും അതുപോലെ തന്നെ ബഗവിയിലും എല്ലാം വന്നിട്ടുള്ള തഫ്സീറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹസൻ ബസരിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അന്നഹു കാന യഖൂൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, കാനൽ കൻസു ലൗഹൻ മിൻ ദഹബിൻ വലബിനതൻ മിൻ ദഹബിൻ, ആ നിധി എന്ന് പറഞ്ഞാൽ ഒരു സ്വർണം കൊണ്ടുള്ള ഒരു തളികയും അതുപോലെ സ്വർണം കൊണ്ടുള്ള ഒരു കല്ല് പോലത്തെ അതുപോലെയുള്ള സ്വർണ്ണക്കട്ടിയുമാണ്. ഫീഹിമാ മക്തൂബുൻ, ആ രണ്ടെണ്ണത്തിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അജബൻ ലിമൻ യഅരിഫുൽ മൗത കൈഫ യഫ്റഹു, അത്ഭുതമാണ്, ഒരുത്തന് മരണത്തെക്കുറിച്ച് അറിയാം എന്നിട്ടും അവൻ ആഹ്ലാദിക്കുന്നു എന്നുള്ളത്. വലിമൻ യഅരിഫുൻ നാറ കൈഫ യദ്ഹഖു, ഒരുവൻ അവന് നരകത്തെക്കുറിച്ച് അറിയാം എന്നിട്ടും പൊട്ടിച്ചിരിക്കുന്നു എന്നത്. വലിമൻ യഅരിഫു ദുനിയ വതഖല്ലുബഹാ ബിഅഹ്ലിഹാ കൈഫ യത്മഅന്നു വയസ്കുനു, ഒരുത്തന് ദുനിയാവിന്റെ അവസ്ഥ അറിയാം, ദുനിയാവിലെ ആളുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നല്ല അവസ്ഥയുണ്ടാവും, ചീത്ത അവസ്ഥയുണ്ടാവും, മരിച്ചു പോകും, ഇതെല്ലാം അറിയാം, എന്നിട്ടും ദുനിയാവിൽ തൃപ്തിപ്പെട്ട് അതിൽ ഒതുങ്ങുന്നത്. വലിമൻ യുഅ്മിനു ബിൽ ഖളാഇ വൽ ഖദരി കൈഫ യതഅബു ഫീ തലബിർ റിസ്ഖി വയൻസബു, ഒരുത്തന് ഖളാ ഖദറിനെ കുറിച്ച് അറിയാം എന്നിട്ടും അല്ലാഹു തആല നിർണയിച്ചിട്ടുള്ള റിസ്കിന്റെ പേരിൽ അവൻ നിരാശപ്പെടുന്ന, അത് തേടിക്കൊണ്ട് ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ എങ്ങനെയാണാവുക. വലിമൻ യുഅ്മനു ബിന്നാരി കൈഫ യഅമലുൽ ഖുതായ, ഒരുത്തൻ നരകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്, എങ്ങനെയാണ് വീണ്ടും അവനവന്റെ തിന്മകളിൽ മുഴുകുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന തളികയിലും കല്ലിലും കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്തത് മുഫസ്സിരീങ്ങൾ തഫ്സീർ തൊബരിയിൽ നമുക്ക് കാണാം, തഫ്സീർ ബഗവിയിൽ നമുക്ക് കാണാം, എല്ലാം കൊടുത്തിട്ടുള്ള തഫ്സീർ അത് ഹസൻ ബസീർ റഹിമഹുള്ളയാണ് ഉദ്ധരിക്കുന്നത്. വഖറ, മറ്റൊരു ആയത്ത് സൂറത്തുൽ ഫുർഖാനിലെ 62ാമത്തെ ആയത്ത്, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ, വഹുവ, അല്ലാഹുവാണ്, അല്ലദീ ജഅലൽ ലൈല വന്നഹാറ, രാവിനെയും പകലിനെയും ആക്കിയവൻ, ഒരുക്കിയവൻ, ഖിൽഫതൻ, അത് മാറി മാറി ഒന്നിനു പകരമായി അടുത്തതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, ലിമൻ അറാദ, ആരാണോ ഉദ്ദേശിക്കുന്നത്, അയ്യദ്ദക്കറ, ചിന്തിക്കാൻ വേണ്ടി, ചിന്തിച്ച് ഗുണപാഠം ലഭിക്കാൻ വേണ്ടി, ഔ അറാദ ശുക്കൂറ, അല്ലെങ്കിൽ നന്ദി കാണിക്കാൻ വേണ്ടി ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഇത് പാരായണം ചെയ്തിട്ട് ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, സുബ്ഹാനല്ലാഹ് മാ ഉസ്അ റഹ്മത്തുല്ലാഹ്, എന്തൊരു വിശാലമാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്, എന്ത് അത്ഭുതമാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. വഅമ്മ ഫദ്ലഹു വഅൽതഫ സുൻഅഹു, അവന്റെ ഔദാര്യങ്ങൾ അത് എത്രത്തോളം വിശാലമാണ്, അവന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അനുകമ്പയോടുകൂടിയുള്ളതാണ്. ജഅല ലിമൻ അജസ ഫിന്നഹാരി ഖലഫൻ ഫിൽ ലൈൽ, ഒരുത്തൻ പകലിൽ അവന് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നന്മക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനതാ രാത്രി വരുന്നു, അവന് നന്മ ചെയ്യാം, തിന്മയിൽ നിന്ന് തൗബ ചെയ്യാം.
ലിവലിമൻ ഖസ്സറ ഫിൽ ലൈൽ ഖലഫൻ ഫിൻ നഹാർ. നീ രാത്രിയിൽ എന്തെങ്കിലും കുറവ് വരുത്തിയവന് പകലതാ മാറി വരുന്നു അവന് നന്മകൾ ചെയ്യാൻ, അവൻ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാൻ. അങ്ങനെ മാറി മാറി രാവും പകലും ഒരുക്കിക്കൊടുത്ത് അയ്യദ്ദക്കറ വറാദ ശുക്കൂറ, ചിന്തിക്കാനും അള്ളാഹുലേക്ക് അടുക്കാനും അവസരം നൽകിയവൻ എന്തു വലിയ കാരുണ്യമുള്ളവനാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. നമുക്കറിയാം, ഹദീസുകളിൽ ധാരാളം വന്നിട്ടുള്ള കാര്യമാണ്. അള്ളാഹു തആല രാത്രിയിൽ തിന്മ ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ അവർക്ക് വേണ്ടി തൗബ വിശാലമാക്കി കൊടുക്കുന്നവനാണ്. അതുപോലെ തന്നെ പകലിൽ തിന്മ ചെയ്തവന് രാത്രിയിൽ അവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ തൗബ വിശാലമാക്കി കൊടുക്കുന്നവനാണ്. അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് നമ്മുടെ റബ്ബ്. അപ്പോ ആ രാവും പകലും അങ്ങനെ അള്ളാഹു ഒരുക്കി എന്നുള്ളത് വലിയ കാരുണ്യമായിട്ട് പറയുകയാണ്. വഖറ, അദ്ദേഹം പാരായണം ചെയ്തു ഒരിക്കൽ സൂറത്തുൽ അറാഫിലെ 137-ാമത്തെ ആയത്ത്, വതമ്മത് കലിമതു റബ്ബികൽ ഹുസ്ന, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല കലിമത്തുകൾ പൂർത്തിയായിട്ടുണ്ട്. അലാ ബനി ഇസ്രായീല ബിമാ സബറു, ബനു ഇസ്രായേലുകളുടെ മേലെ അവർ ക്ഷമിച്ചതിന്റെ ഫലമായി. വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔന വഖൗമുഹു, ഫിർഔനും ആ ഫിർഔനിന്റെ കൂട്ടവും ചെയ്തിരുന്നതിനെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. വമാ കാനു യഅദിശൂൻ, അവരവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അജബൻ ലിമൻ യഖാഫു മലികൻ ഔ യത്തഖി ളാലിമൻ ബഅദ ഈമാനിഹി ബിഹാദിഹിൽ ആയ. ഈ ആയത്തിന് ശേഷം ഒരു രാജാവിനെയോ ഒരു അക്രമിയായ നേതാവിനെയോ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിട്ടുനിൽക്കുന്നവന്റെ കാര്യം എന്ത് അത്ഭുതമാണ്. അമാ വല്ലാഹി, അള്ളാഹുവാണ്. ലൗ അന്നന്നാസ ഇദ ബുതുലൂ സബറൂ ലിഅംരി റബ്ബിഹിം, ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയിൽ പരീക്ഷണമുണ്ടായി എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയിൽ ക്ഷമിച്ചു നിൽക്കുകയാണ്, അള്ളാഹുവിനെ അനുസരിച്ച് ഉറച്ചു നിൽക്കുകയാണ്, ലഫറജല്ലാഹു അൻഹും ഖുറബഹും, തീർച്ചയായിട്ടും അവൻ അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് അള്ളാഹു അവനൊരു തുറവി നൽകും. വലാകിന്നഹും ജസിഉ മിനസ് സൈഫ്, പക്ഷെ ആ കൂട്ടർ വാളുകളെയാണ് ഭയപ്പെടുന്നത്. ഫവുകിലു ഇലൽ ഖൗഫ്, എന്നിട്ട് അവർ ഭയപ്പെട്ട് ആ ഭയത്തിന്റെ പേരിൽ അവരെന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ ഒന്ന് വിട്ട് ആരെയാണോ ഭയപ്പെടുന്നത് അവരെ ഭയപ്പെടുന്നു. വനഊദു ബില്ലാഹി മിനശ് ശർരിൽ ബലാ, ബലാകളുടെ ഷർറിൽ നിന്ന് നാം രക്ഷ തേടും. അതായത് ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ്? ബനൂ ഇസ്രായേലുകളെ അങ്ങേയറ്റം ഉപദ്രവിച്ചിരുന്ന ആക്രമിച്ചിരുന്ന ഭരണാധികാരിയാണ് ആര്? ഫിർഔൻ. ആ ഫിർഔനിനെയും ഖൗമിനെയും നശിപ്പിച്ചത് അല്ലാഹു തആല ബനൂ ഇസ്രായേലുകൾ ക്ഷമ അവലംബിച്ചുകൊണ്ടാണ്, അഥവാ അവരെ ഈമാനിൽ അവർ ഉറച്ചു നിന്നുകൊണ്ടാണ്. അപ്പൊ ഈ ആയത്ത് ഇറങ്ങിയിട്ടും പിന്നെ ഏതെങ്കിലും ഒരു അക്രമിയുടെ പേരിൽ ഭയപ്പെട്ടിട്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് അള്ളാഹുവിനെ അനുസരിക്കാതെ അവരെ ഭയപ്പെട്ട് അവരുടെ വാളിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? കാരണം ഈ ആയത്തിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ ഒരാൾ ക്ഷമയവലംബിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് തുറവി ഉണ്ടാകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. വഖറ, അദ്ദേഹം മറ്റൊരിക്കൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 104-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ, നരകത്തിൽ അവരുടെ മുഖങ്ങൾ, നരകത്തീ അവരുടെ മുഖത്തിലേക്ക് ആഞ്ഞു കത്തും. വഹും ഫീഹാ കാലിഹൂൻ, അവർ പല്ലിളിച്ചവരായിക്കൊണ്ട് മാറുന്നു, പല്ലിളിച്ചവരായിക്കൊണ്ട് ആയി മാറും എന്നുള്ള ഈ ആയത്ത് പാരായണം ചെയ്ത് സുമ്മഖാൽ അദ്ദേഹം പറഞ്ഞു, അയ്യു മൻദരിൻ ഇബാദല്ലാഹ്, എന്തൊരു കാഴ്ചയാണ് അള്ളാഹുവിന്റെ അടിമകളെ അത്. മാ അസ്വഅഹു, എന്തൊരു മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ഫഹ്ദറൂഹു, നിങ്ങളത് സൂക്ഷിക്കണം. അതായത് തീയിലേക്ക്, ഇപ്പൊ സാധാരണ ഇതിനെ പറയുമ്പോ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ ആയത്തിനെ പറയുമ്പോ ഈ ആടിനെല്ലാം ഈ ചുടുന്ന സന്ദർഭത്തിലൊക്കെ ആടിന്റെ മുഖം നേരെ തീയിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല്, ഏതൊരു ജീവിയും പക്ഷെ ആടിനെ വെച്ച് കഴിഞ്ഞാല് മുഖത്തെ ഇറച്ചി എന്താവും, തൊലിയും മാംസമൊക്കെ പാടെ അത് കരിഞ്ഞു പോയി പല്ലുകൾ മാത്രം ഇളിച്ച അവസ്ഥയിലാവും. പല്ലുകൾ ഇങ്ങോട്ട് തെളിഞ്ഞു വന്ന് മറ്റേതെല്ലാം കരിഞ്ഞ അവസ്ഥ. അതാണ് ഇവിടെ കാലിഹൂൻ എന്ന് പറഞ്ഞാൽ. ആ അവസ്ഥയിലായിരിക്കും നരകാവകാശിയുള്ള മുഖം നരകത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാവുക. എന്നിട്ടാണ് പറയുന്നത് എന്തൊരു കാഴ്ചയായിരിക്കും അത് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയാണ്. വറുവിയ, എന്നിട്ട് പറയാണ്, അന്നന്നാറ തൽഫഹു വുജൂഹഹും ലഫ്ഹതൻ, തീ അങ്ങനെ മുഖത്തെ എല്ലാവിധ മാംസങ്ങളും തൊലികളും കരിച്ചു കളയും. ഫലാ തദഉ ലഹ്മൻ വലാ ജിൽദൻ, ഒരു മാംസകഷ്ണമോ ഒരു തൊലിയോ ബാക്കി ഉണ്ടാവില്ല, എല്ലാം കത്തിച്ചാമ്പലാകും. ഇല്ല അൽഖത്ഹു അലൽ അറാഖീബ് വബ്ഖത്തിൽ വുജൂഹ കാലിഹതൻ, ഈ പല്ലുകൾ എല്ലും ഈ പല്ലിളിച്ച പോലെ മാത്രമായിട്ടായിരിക്കും പിന്നെ അവസ്ഥ ഉണ്ടാവുക. ثم يبكي ويقول, എന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, اللهم بك نستعيذ من عذاب النار وبئس المصير, മോശപ്പെട്ട
മടക്കമായിട്ടുള്ള നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹ് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് രക്ഷ തേടി. മറ്റൊരിക്കൽ സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ ആയത്ത് ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ് യർഫഉഹു, ഇലൈഹി അവനിലേക്കാണ്, യസ്അദുൽ കലിമു ത്വയ്യിബ് ഏറ്റവും നല്ല വിശിഷ്ടമായ ത്വയ്യിബായിട്ടുള്ള വാക്കുകൾ ഉയരുന്നത്, വൽ അമലു സ്വാലിഹ് സൽക്കർമ്മങ്ങൾ ഉയരുന്നത്, യർഫഉഹു അത് ഉയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞു. സുമ്മ ഖാല എന്നിട്ട് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ ഖാല ഖൗലൻ ഹസനൻ, ഒരടിമ നല്ലൊരു വാക്ക് പറയാൻ, ആളുകളോട് നല്ലത് ഉപദേശിക്കുകയാണ്, നല്ലൊരു വാക്ക് പറയാൻ, വഅമില അമലൻ സ്വാലിഹൻ അവൻ എന്നിട്ട് സൽക്കർമ്മവും ചെയ്യുകയാണ്, റഫഅ അല്ലാഹു തആല ഖൗലഹു ബിഅമലിഹി അവന്റെ അമൽ ഉയരുമ്പോൾ തന്നെ അവൻ പറഞ്ഞ നല്ല വാക്കുകളും അള്ളാഹു ഉയർത്തും. വൈൻ ഖാല ഹസനൻ മറ്റൊരാൾ നല്ല വാക്ക് പറയുന്നുണ്ട്, വഅമില അമലൻ സയ്യിഅൻ പക്ഷെ അവന്റെ അമലുകൾ എന്താണ്? മോശപ്പെട്ട അമലുകളാണ്. നല്ല സംസാരം പറയും, നല്ല വാക്കുകൾ പറയും, പക്ഷെ അവന്റെ കർമ്മങ്ങൾ മോശപ്പെട്ട കർമ്മങ്ങളാണ്. റദ്ദല്ലാഹു സുബ്ഹാനഹു അൽ ഖൗല ബിൽ അമൽ അവന്റെ ആ ഖൗലിനെയും ആ അമലിനെയും ആ കർമ്മം മോശമായതുകൊണ്ട് അവന്റെ ഖൗലിനെയും അള്ളാഹു സ്വീകരിക്കാതെ മടക്കുന്നതാണ് എന്ന് ഈ ആയത്ത് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു കാണാം. നമുക്കറിയാം ഖൗലും അമലും എന്നുള്ളത് അത് ഒരാളുടെ നിഫാഖിനെയും ഈമാനിനെയും വേർതിരിക്കുന്ന കാര്യമാണ്. ഒരാളുടെ നിഫാഖിനെയും ഈമാനിനെയും വേർതിരിക്കുന്ന കാര്യമാണ് അവന്റെ വാക്കും പ്രവൃത്തിയും എങ്ങനെയാണ് എന്നുള്ളത്. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരിക്കൽ അദ്ദേഹം സൂറത്തുൽ അഹ്ഖാഫിലെ 35-ാമത്തെ ആയത്ത് അത് പാരായണം ചെയ്തു. കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ ലം യൽബസൂ ഇല്ലാ സാഅതൻ മിൻ നഹാർ, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ കണ്ടെത്തിയാൽ അത് എത്തിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും, ലം യൽബസൂ ഇല്ലാ സാഅതൻ മിൻ നഹാർ, ഈ ദുനിയാവിൽ അവർ ഒരു പകലിന്റെ കുറച്ചു നേരം മാത്രമേ ഇവിടെ തങ്ങിയിട്ടുള്ളൂ. അതായത് അന്ത്യനാളിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിരിക്കും. ഒരു കാര്യത്തിന് വലുപ്പം നമുക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിലാണ്. ഒരു ഉദാഹരണം പറയും, ഒരു വര വരച്ചു, ഈ വര ചിലപ്പോ നമ്മുടെ മുമ്പിൽ അവിടെ ഉള്ളത് വെച്ച് ഏറ്റവും വലിയ വരയായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലിയൊരു വര അപ്പുറത്ത് വരച്ചു കഴിഞ്ഞാൽ ഈ വര പിന്നെന്തായി? ചെറുതായി. അതുപോലെയാണ് ദുനിയാവ്. ദുനിയാവിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരാള് ദുനിയാവിൽ 100 വർഷം ജീവിക്കുന്നുണ്ട്. അപ്പൊ 30-ാമത്തെ വയസ്സിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ് കുറച്ചാണെന്ന് പറയും. നാട്ടിലെല്ലാരും 30 വയസ്സ് വരെ ജീവിക്കുന്നെങ്കിലോ അവൻ കൂടുതൽ ആയുസ് കിട്ടിയ ഒരാളാണ്, അവൻ കുറെ ആയുസ് കിട്ടിയ ഒരാളാണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിലാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ദുനിയാവിനെ നമ്മൾ വെച്ച് നോക്കുമ്പോ 60-70 വർഷം മാക്സിമം ഒരാൾക്ക് ഉണ്ടാവുക. എന്നാൽ പരലോകത്തെത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ദിവസം തന്നെ ദുനിയാവിൽ 50,000 വർഷമാണ്. അപ്പൊ എത്ര വ്യത്യാസമായി? ദുനിയാവ് പകലിലെ ഒരു കുറഞ്ഞ സമയം മാത്രമായിട്ട് തോന്നുകയുള്ളൂ. തെമ്മാടികളായിട്ടുള്ള ആളുകളെല്ലാം നശിപ്പിക്കപ്പെടുമോ? ഈ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം പറയാണ്, ആരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലദീന കസബൂ അദ്ദുനിയ അൽ ഹറാം, ദുനിയാവിൽ ഹറാം നേടിയവർ, വഅൻഫഖൂഹാ ഇസ്റാഫൻ വതബ്ദീറൻ ഫിശ്ശഹവാത്ത്, എന്നിട്ട് അവർ ചെലവാക്കുന്നത് ഇസ്റാഫായിട്ട്. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്യുക. തബ്ദീർ എന്ന് പറഞ്ഞാൽ ഹറാമിന് ചെലവഴിക്കുന്നതിനെ തബ്ദീർ എന്ന് പറയുക. ഫിശ്ശഹവാത്ത് ഷഹ്വത്തുകൾക്ക് വേണ്ടി. ദുനിയാവിലെ ആളുകൾ അവർ ആലോചിച്ച് നോക്കി, ദുനിയാവിലെ ആളുകൾ സമ്പാദിക്കുന്നത് ഹറാമാണ്, അവർ ചെലവഴിക്കുന്നതും ഹറാമായിരിക്കും. കാരണം അവർക്ക് ഹറാമിൽ ചെലവഴിക്കാനാണ് ദുനിയാവിൽ പണം ഉണ്ടാവുക. ഒരാൾക്ക് ഹലാലിൽ ജീവിക്കാനാണെങ്കിൽ കുറഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും, കുറഞ്ഞുകൊണ്ട് തന്നെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും, ഒരു ഹലാലായ നിലക്ക് ജീവിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഹറാമുകളോടുള്ള താല്പര്യം എത്ര കൂടുന്നോ, ഷഹ്വത്തുകളോട് താല്പര്യം എത്ര കൂടുന്നുവോ അവർക്ക് ചെലവ് കൂടും, അവർക്ക് കൂടുതൽ പണം ആവശ്യം വരും, അവർ ഹറാമ് സമ്പാദിക്കാൻ പോകും. അങ്ങനെയുള്ള ആളുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം സൂറത്ത് ശുഅറയിലെ 227-ാമത്തെ ആയത്ത് കൂടി പാരായണം ചെയ്തു. വസയഅലമുല്ലദീന ളമൂ അയ്യ മുൻഖലബിൻ യൻഖലിബൂൻ, തീർച്ചയായിട്ടും അക്രമികൾ അവർ അറിയുക തന്നെ ചെയ്യും, അവർ എന്തൊരു മടക്കമാണ് മടക്കപ്പെടുക എന്ന് അവർ അറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. വഖറ, അദ്ദേഹം സൂറത്തു ഖാഫിലെ 19-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്,
ذلك ما كنت منه تحيد وجاءت سكرة الموت. മരണത്തിന്റെ വെപ്രാളം അല്ലെങ്കിൽ മരണത്തിന്റെ യാഥാർത്ഥ്യം അത് വരും. ബിൽ ഹഖ്, എല്ലാവിധ സത്യവും കൊണ്ട്, എല്ലാവിധ യാഥാർത്ഥ്യവും വിളിച്ചോതിക്കൊണ്ട് അറിയിച്ചുകൊണ്ട് മരണം വന്നെത്തും. മരണം എന്നുള്ളതാണ് നമുക്ക് ദുനിയാവിനെ ഏറ്റവും മനസ്സിലാക്കി തരുന്ന കാര്യം. വേറൊന്നും ദുനിയാവിൽ മനസ്സിലാക്കി തരില്ല. പിന്നെ രോഗമുള്ളത്, രോഗത്തിൽ പോലും ചില ആളുകൾക്ക് ദുനിയാവിന്റെ നിരർത്ഥകത മനസ്സിലാവില്ല. പക്ഷെ മരണസമയത്ത് അവനത് ബോധ്യപ്പെടും. ذلك ما كنت منه تحيد, അവൻ ഏറ്റവും അകറ്റി നിന്നിരുന്ന അല്ലെങ്കിൽ അവൻ ഏറ്റവും അകന്നു പോയിരുന്ന കാര്യമായിരിക്കും ആ മരണം. അദ്ദേഹം പറയാണ് ഇബ്നു ആദമ ഫാസിഖുൻ ഫി ദുനിയ, മനുഷ്യൻ ദുനിയാവിനെ കൊണ്ട് കബളിപ്പിക്കപ്പെട്ടവനാണ്, അതിൽ കബളിക്കപ്പെട്ടവനാണ്. ഹായിദുൻ ഹീന ലാ തഹൈദത്തിൻ വലാ യുംകിനു ഹറബുൻ വലാ ഗൈബത്തുൻ, അവൻ ഒരിക്കലും അകറ്റാൻ പറ്റാത്തൊരു കാര്യത്തെയാണ് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അവൻ അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല, അതിൽ നിന്നൊരു ലീവാകാൻ, ഒരു ഒഴിവാകാൻ അവന് പറ്റൂല. ആ കാര്യമാണ് അവൻ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അഥവാ മരണത്തിനെ പറ്റിയിട്ട് മരണത്തെ അവൻ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് ആ മരണത്തിൽ നിന്നാണെങ്കിലോ അവന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒഴിവാവാനോ അവനൊരിക്കലും സാധിക്കുകയുമില്ല എന്ന് അദ്ദേഹം ഈ ആയത്ത് ഓതിക്കൊണ്ട് പറയാറുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ആരാണ് കയ്യിസായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള മുഅ്മിൻ, ആരാണ് ഏറ്റവും അധികം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനും അതിനുവേണ്ടി ഒരുങ്ങുന്നവനുമാണ് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മുഅ്മിൻ. വകാന ഇദാ ഖറഅ, അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു സൂറത്തുൻ നാസിആത്തിലെ 46-ാമത്തെ ആയത്ത്. അത് പാരായണം ചെയ്യുമ്പോൾ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവർ പരസ്പരം പറയും, ദുനിയാവിൽ നമ്മളൊരു വൈകുന്നേരം അതിലൊരു രാവിലെ ഒരു ദുഹാ സമയം കുറച്ചു നേരമേ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ, ഒരു ദിവസം പോലും പറയില്ല, കുറച്ചു നേരം നമ്മൾ ഉണ്ടായിട്ടുള്ളൂ എന്ന് പരലോകത്തെത്തിയാൽ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അത്രേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയണേ, ഇബ്നു ആദം, മനുഷ്യ, മാലക ഫീ ഗുദ്വത്തിൻ ഔ റൗഹത്തിൻ, എന്താണ് നിന്റെ ഈ രാവിലെയും വൈകുന്നേരവുമുള്ള ഈ പാച്ചൽ കൊണ്ട്, നിന്റെ ഈ അവസ്ഥ കൊണ്ട് എന്താണ് കാര്യമുള്ളത്? എന്താണ് നിന്റെ അവസ്ഥ? മാ തസ്ബിറു അലൽ മഅസിയ, നീ തിന്മകളുടെ മേലെ നീ ക്ഷമ അവലംബിക്കുന്നില്ലേ? അഥവാ ഈ കുറച്ചുള്ളത് ദുനിയാവ് കുറച്ചുള്ളൂ, ആ ദുനിയാവിന്റെ നിസ്സാരതയിൽ തിന്മകളുടെ മേലെ ക്ഷമ അവലംബിച്ചാൽ അവൻ വിജയിച്ചു. അത്ര നിസ്സാരമായ ഒരു കാര്യത്തിൽ തിന്മകളുടെ മേലെ നിനക്ക് ക്ഷമ അവലംബിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ, തിന്മയിലേക്ക്, ഹറാമിലേക്ക് നമുക്ക് അതിയായ താല്പര്യം ഉണ്ടാകുമ്പോൾ, അതിലേക്ക് നമ്മുടെ ഇച്ഛകൾ നമ്മെ നയിക്കുമ്പോൾ നമ്മൾ സ്വന്തത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കുറച്ചുള്ളൂ. കുറച്ച് ക്ഷമ അവലംബിച്ചാൽ മതി. കുറച്ചു കാലം ക്ഷമ അവലംബിച്ചാൽ നമുക്ക് ഇന്ന് രക്ഷപ്പെടാം. നിനക്കതിന് സാധിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വകാന ഇദാ ഖറഅ, അദ്ദേഹം പാരായണം ചെയ്താൽ, വല്ലദീന, സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വരുന്നവർ, യഖൂലൂൻ, അവർ പറയും, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ, ഞങ്ങളുടെ മുൻകഴിഞ്ഞ സഹോദരങ്ങൾ, ഈമാനിൽ ഞങ്ങളെ മുന്നിട്ട സഹോദരങ്ങൾക്കും പുറത്തു നൽകണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളോട് ഞങ്ങളുടെ കൽബിൽ ഒരു പകയും വിദ്വേഷവും നീ ആക്കരുതേ. റബ്ബന ഇന്നക റഊഫുർ റഹീം, നീ റഊഫും റഹീമുമാണല്ലോ എന്ന് അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് യഖൂൽ കാനൽ ഖൗമു, അദ്ദേഹം പറയുമായിരുന്നു, സമൂഹം അഥവാ സഹാബികൾ, വല്ലാഹി അഹ്ല തറാഉഫിൻ വതറാഹുമിൻ, പരസ്പരം കൃപയുള്ള, പരസ്പരം കാരുണ്യമുള്ള ആളുകളായിരുന്നു. അഥവാ മുഅ്മിനീങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുമായിരുന്നു, ഈമാനിന്റെ പേരിലുള്ള ബന്ധം നിലനിർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. വഇന്നാ ലഫീ ഖലഫിൻ, എന്നാൽ ശേഷം വന്ന നമ്മുടെ അവസ്ഥയോ കജൽദിൽ അജ്റബ്, ചൊറി പിടിച്ച തൊലിയെ പോലെയാണ്. അഥവാ ചൊറി പിടിച്ച പോലെയാണ് നമ്മുടെ പലരുടെയും അവസ്ഥ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അഥവാ പരസ്പര സ്നേഹമില്ലാതെ, ഈമാനിന്റെ പേരിൽ ഒരു ബന്ധമില്ലാതെ, പകയും വിദ്വേഷവും മാത്രം വെച്ച് നടക്കുന്ന അവസ്ഥയിലായി മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാനിന്റെ പേരിൽ സ്നേഹം ഉണ്ടാവണം. അവന് മോശപ്പെട്ട പല സ്വഭാവങ്ങളും ഉണ്ടാവും. അവന്റെ സംസാരം ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവൂല, അവന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടാവൂല, അഥവാ പിന്നെ തിന്മകൾ എന്നുള്ള നിലയ്ക്കല്ല, അവന്റെ സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷെ ഈമാനിന്റെ പേരിൽ നമ്മൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയും പ്രാർത്ഥിക്കുകയും വേണം. വകാന ഇദാ ഖറഅ, അദ്ദേഹം പാരായണം ചെയ്യുമ്പോൾ സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ ആയത്ത്,
വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ചെലവാക്കുമ്പോൾ അവർ അമിതമായി ദുർവ്യയം ചെയ്യുകയോ അല്ലെങ്കിൽ പിശുക്ക് പിടിക്കുകയോ ചെയ്യാതെ അതിനിടയിലെ ഒരു മധ്യമ നിലപാടിൽ ചെലവഴിക്കുന്ന ആളുകൾ ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങളാണ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും, റഹിമല്ലാഹു അബദൻ കസബ മിൻ ത്വയ്യിബിൻ, ഒരടിമ അവൻ അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ, വിശിഷ്ടമായ ഹലാലായതിൽ നിന്ന് അവൻ സമ്പാദിക്കുന്നു. വഅൻഫഖ ഖസ്ദൻ, മിതമായ നിലക്ക് അവൻ ചെലവഴിക്കുന്നു, അവന്റെ ആവശ്യങ്ങൾക്ക് അവൻ ചെലവഴിക്കുന്നു. വഖദ്ദമ ലിയൗമി ഫഖരിഹി വശിദ്ദതി ഹാജതിഹി ഫദ്ലൻ, അങ്ങനെ അവന് കുറച്ച് എടുത്തു വെക്കുന്നു, അവന് ദാരിദ്ര്യം വരുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി കുറച്ച് എടുത്തു വെക്കുന്നു. ثم يقول, എന്നിട്ട് പറയും, വജ്ജിഹു റഹിമക്കുമുല്ലാഹ് ഫുദൂല അംവാലിക്കും ഹൈഥു വജ്ജഹഹ അല്ലാഹു വറസൂലുഹു വളഊഹാ ഹൈഥു വളആഹാ, നിങ്ങളുടെ സമ്പത്ത് അത് നിങ്ങൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ അത് ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാവുക, അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കുക. ഫഇന്നൽ ലദീന കാനൂ മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആളുകൾ അഥവാ സ്വഹാബികൾ, കാനൂ യഖുദൂന ഖലീല, അവർ കുറച്ചേ എടുക്കാറുള്ളൂ. വയുബായിഊന മിനല്ലാഹി ജല്ല സനാഉഹു അൻഫുസഹും ബിൽ ഫദ്ൽ, അവർ അള്ളാഹുവിന്റെ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വന്തം കൊണ്ടും അവരുടെ സമ്പത്ത് കൊണ്ടുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കാറുണ്ടായിരുന്നു. അഥവാ ആ രീതിയിൽ നല്ല രീതിയിൽ അവർ അള്ളാഹുമായിട്ട് വിൽപ്പന നടത്താറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ്. അപ്പൊ സമ്പത്ത് സമ്പാദിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ആവശ്യമാണ്. ഒരു മുഅ്മിൻ സമ്പാദിക്കണം, അവന്റെ കുടുംബത്തിന് ചെലവഴിക്കാനുള്ളത് അവൻ സമ്പാദിക്കണം. അതുപോലെ തന്നെ അവന് ഒരാവശ്യത്തിന് വേണ്ടി അവൻ എടുത്തു വെക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ മറ്റുള്ള സാധുക്കൾക്കാവട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനാവട്ടെ എവിടെയാണോ അത് ചെലവഴിക്കേണ്ടത് അവിടെ ചെലവഴിക്കുകയും വേണം. വകാന ഇദാ തലാ, അദ്ദേഹം പാരായണം ചെയ്താൽ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്താണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ, നൽകേണ്ടതെല്ലാം നൽകുന്നവർ, ചെലവഴിക്കേണ്ടതെല്ലാം ചെലവഴിക്കുന്നവർ. വഖുലൂബുഹും വജിലത്തുൻ, പക്ഷെ അവരുടെ കൽബിൽ വളരെ ഭയമുള്ള ആളുകൾ. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യഅമലൂന മാ യഅമലൂന മിൻ ബിർറിൻ, പുണ്യം ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തിട്ടുണ്ടാവും, നന്മകളെല്ലാം ചെയ്തിട്ടുണ്ടാവും. വയുഖദ്ദിമൂന മാ യുഖദ്ദിമൂന മിൻ ഖൈറിൻ, നന്മകളെല്ലാം അവർ മുന്നൊരുക്കി വെച്ചിട്ടുണ്ടാകും. വഹും ഖായിഫൂന അല്ലാ യുനജ്ജിയഹും ദാലിക മിൻ അദാബില്ലാഹ്, പക്ഷെ അവർക്ക് ഭയം ഉണ്ടാവും, ഇത് അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തില്ലയോ എന്നുള്ള ഭയമുള്ള ആളുകളായിരിക്കും അവർ. ഈ ആയത്തിന് ഏറ്റവും നല്ല തഫ്സീർ തന്നെയാണ് അത്, ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇത് കട്ടെടുക്കുന്ന കള്ളുകുടിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണോ ഈ പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല, ഹുമുൽ ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ, നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സദഖ ചെയ്യുന്ന ആളുകളാണ് അവർ. യഖാഫൂന റബ്ബഹും അല്ലാ യതഖബ്ബല മിൻഹും, പക്ഷേ അവർ റബ്ബിനെ ഭയപ്പെടുന്നു. എന്ത്? റബ്ബ് ഇത് സ്വീകരിക്കില്ലയോ? ഈ ലഫ്ള് വേറെ, അർത്ഥം ഒന്നാണ്. ഈ റബ്ബ് ഈ സൽക്കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കില്ലയോ എന്ന് ഭയപ്പെടുന്ന നന്മകൾ ചെയ്യുന്ന ആളുകളെയാണ് ഇതിൽ ഉദ്ദേശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അള്ളാഹു ഇത് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക എന്ന്. നാം എപ്പോഴും പറയാറുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്മായിൽ നബിയുടെയും ഉദാഹരണം. അവർ അള്ളാഹുവിന് വേണ്ടി അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ഭവനം ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞ വാക്കെന്താണ്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. കാരണം കർമ്മം ചെയ്യുക എന്നുള്ളതല്ല, ആ കർമ്മം സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ചെയ്യണ്ടെന്നല്ല, കർമ്മം ചെയ്താലും അത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ, അതിന്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ദിയാവ് വരാം, ഉജുബ് വരാം, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കടന്നുകൂടാം, മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം മറികടന്നിട്ട് വേണം ഒരു കർമ്മം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ. ആ കർമ്മം സ്വീകരിക്കപ്പെടാൻ തഖ്വ വേണം. അതെല്ലാം കഴിഞ്ഞ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, ഒരു അമല്, ഒരിക്കലും ഒരു സംഭവമുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വതക്ക കൊടുക്കുക, ഒരാൾക്ക് സ്വതക്ക എടുത്തു. അപ്പൊ മകൻ പറഞ്ഞു, പിന്നെ അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു പറയേണ്ടത്, അള്ളാഹു എന്നിൽ നിന്ന് ഒരു അംശം സ്വീകരിച്ചു എന്നറിഞ്ഞാൽ തന്നെ ഞാൻ മരണത്തെ കൊതിക്കും എന്ന നിലയ്ക്ക് ഒരു അസർ കാണാം. അതായത് സലഫുകൾ പലരും പറയാറുണ്ട്. കാരണം ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. തഖ്വയുള്ളവനെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ.
അത്രയും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയം വേണം, എന്നാൽ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും വേണം. ഏത് സമയത്തും മുഅ്മിന്റെ അവസ്ഥ എന്താണ്? ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലായിരിക്കും. അവനൊരു നന്മ ചെയ്താൽ ഇതാണ് അവസ്ഥ, സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, സ്വീകരിക്കലോ എന്നുള്ള ഭയം. ഒരു തിന്മ ചെയ്താലോ പൊറത്തു തരുമെന്നുള്ള പ്രതീക്ഷ, പൊറുക്കാതെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം. ഏത് സമയത്ത് മുഅ്മിൻ ഭയത്തിന്റെയും ഖൗഫിന്റെയും റജാഇന്റെയും നടുവിലായിരിക്കും. വകാന ഇദാ തല, അദ്ദേഹം പാരായണം ചെയ്താൽ സൂറത്തുൽ ബലദിലെ 4-ാമത്തെ ആയത്ത്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട അവസ്ഥയിലാണ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടും ഞെരുക്കവും സഹിക്കേണ്ട, ക്ലേശം സഹിക്കേണ്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഖാല, എന്നിട്ട് ഈ പാരായണം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, വൈഹ ഇബ്നു ആദം, മനുഷ്യ, മാ ഖലഖല്ലാഹു ഖൽഖൻ യുകാബിദു മിൻ ഹാദൽ ഐഷ് മാ യുകാബിദു ഹുവ, മനുഷ്യനെ പോലെ ക്ലേശം സഹിക്കേണ്ട വേറൊരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ദുനിയാവില് എപ്പോഴെങ്കിലുമൊക്കെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ജീവിതം കിട്ടും. ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത, ഒരു ടെൻഷൻ ഇല്ലാത്ത, ഒരു പേടിയില്ലാത്ത, ഒരു രോഗമില്ലാത്ത പൂർണ്ണ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ദുനിയാവിൽ ഉണ്ടാകും എന്ന് കൊതിക്കുന്ന ആളുകളെ കാണാം. എന്നാൽ അതൊരു വിഡ്ഢിത്തം മാത്രമാണ്. കാരണം ദുനിയാവിൽ എല്ലാം മാറി വന്നുകൊണ്ടിരിക്കും. നല്ല അവസ്ഥയുണ്ടാകും, എന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും. ആരോഗ്യമുണ്ടാകും, രോഗമുണ്ടാകും. സമ്പത്തുണ്ടാവും, ദാരിദ്ര്യമുണ്ടാകും. എന്തായാലും മരണം ഉണ്ടാവും. ഇത് ദുനിയാവിന്റെ നിയമമാണ്. ഒരിക്കലും ദുനിയാവിൽ നമ്മൾ ഒരു ശാശ്വതമാണ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രതീക്ഷ വെക്കണ്ട. ദുനിയാവിലെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ തന്നെ, ഇതും ശാശ്വതമാണ് എന്നുള്ള ഭയവും നമുക്ക് വേണ്ട. ദുനിയാവിൽ ഒന്നിനും നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കണം. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ക്ലേശം സഹിക്കണം. അവനൊന്നുമില്ലെങ്കിൽ മലമൂത്ര വിസർജനമെങ്കിലും അവനുണ്ടാകും. മലമൂത്ര വിസർജനമെങ്കിലും മനുഷ്യന് ഉണ്ടാവും. അത് ഒഴിവായിട്ടൊരു ജീവിതം അവനുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടാവും, വേദന ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ക്ലേശം മനുഷ്യൻ സഹിക്കേണ്ടി വരും. അപ്പൊ അതുപോലെ ഒരു സൃഷ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. വകാന ഇദാ തല, അതുപോലെ അദ്ദേഹം സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്ത്, من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة, ഈ ഭാഗം فلنحيينه حياة طيبة അഥവാ സൽക്കർമ്മങ്ങളും ഈമാനുമുള്ള ആളുകൾ അവർക്ക് ദുനിയാവിൽ തൊയ്യിബായ ജീവിതവും പരലോകത്തെ ഏറ്റവും നല്ല പ്രതിഫലവും നൽകുമെന്നുള്ള ആയത്താണ്. അവിടെ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, ദുനിയാവിൽ വിശിഷ്ടമായ ജീവിതം നൽകുമെന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലനർസുഖന്നഹു ത്വാഅതൻ യജിദു ലദ്ദതഹാ ഫി ഖൽബി, ദുനിയാവിലെ വിശിഷ്ടമായ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാൻ അവന് തൗഫീഖ് നൽകും. ആ അനുസരിക്കുന്നതോടുകൂടി യജിദു ലദ്ദതഹാ ഫി ഖൽബിഹി, അവന്റെ കൽബിൽ ആ ത്വാഅത്തിനുള്ള ആസ്വാദനവും അവൻ അനുഭവിക്കാൻ സാധിക്കും. അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു ലദ്ദത്തുണ്ട്, ഒരു ആസ്വാദനമുണ്ട്. ഈമാനിന് ഒരു ആസ്വാദനവും മാധുര്യമുണ്ട്. അത് നൽകപ്പെടുക എന്നുള്ളതാണ് ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കാര്യം. അല്ലാതെ ധാരാളം ദുനിയാവിലെ വിശിഷ്ടമായ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും എല്ലാ സൗകര്യങ്ങളും നാം ആഗ്രഹിക്കുന്നൊക്കെ കിട്ടുക, ആഗ്രഹിക്കുന്നൊക്കെ ജീവിക്കാൻ സാധിക്കുക, അത് മാത്രമാണ് ധാരണ ഉണ്ട്. അങ്ങനെയല്ല, അതിനേക്കാൾ ആസ്വാദനമായിരിക്കും ഒരാളുടെ കൽബ് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു സ്വാലിഹായ വ്യക്തിയെ അള്ളാഹു പരീക്ഷിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷിച്ച് അവന് വസ്ത്രമായിട്ടൊരു പുതപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയാണ്, നിങ്ങൾ റഹായിലുള്ള അവസ്ഥയായിരിക്കും അവന് അപ്പോഴുണ്ടാവുക. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സ്വാലിഹായ വ്യക്തിക്ക് ദാരിദ്ര്യം കൊണ്ട് ഒരു പുതപ്പ് മാത്രം വസ്ത്രമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റഹായിൽ, റഹാ പറഞ്ഞാൽ ഏറ്റവും നല്ല സൗഖ്യത്തിൽ നിങ്ങൾ ഉള്ളപ്പോൾ ഉള്ള അവസ്ഥയായിരിക്കും അവനുണ്ടാവുക. അതാണ് സലഫുകളിൽപ്പെട്ട ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പോലെയുള്ളവർ പറഞ്ഞത്, ലൗ അലിമൽ മുലൂക് വ അബ്നാഉൽ മുലൂക് അലാ മാ നഹ്നു ഫീഹി ലജാലദൂനാ ബിസ്സൈഫ്. ആ രാജാക്കന്മാരും രാജപുത്രന്മാരും നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, മുഅ്മിനീങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ അത് നേടിയെടുക്കാൻ വാളുമായി യുദ്ധം ചെയ്യാൻ വരുമായിരുന്നു. നല്ലൊരു കിട്ടൂല. കിട്ടൂല. അപ്പോ ദുനിയാവിലെ തൊയ്യിബായ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിക്കുക, അങ്ങനെ ഖൽബിൽ അതിന്റെ ലദ്ദത്ത് അനുഭവിക്കുക. വറുവിയ അന്നഹു ഖാല, അദ്ദേഹം പറയുമായിരുന്നു ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ, ലനർസുഖന്നഹു റിസ്ഖൻ ലാ നുഅദ്ദിബുഹു അലൈഹി, അതോടൊപ്പം തന്നെ ഹയാത്തുൻ ത്വയ്യിബയിൽ പറയാണ് റിസ്ഖ് നൽകപ്പെടും, അതിന്റെ പേരിൽ ശിക്ഷയില്ലാത്ത റിസ്ഖ്.
ഏറ്റവും ഹലാലായ വിശിഷ്ടമായ റിസ്ക് നൽകപ്പെടും. അതിന്റെ പേരിൽ പിന്നെ എന്തുണ്ടാവൂല, ശിക്ഷ ലഭിക്കേണ്ടി വരില്ല. അങ്ങനത്തെ റിസ്ക്. ثم يقول كل حياة ابن آدم والله مرة إلا حياته في الجنة. അതേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാക്ക് പറയാം, كل حياة ابن آدم والله مرة. ആദം സന്തതിയുടെ ജീവിതം തീർച്ചയായിട്ടും കൈപ്പേറിയതാണ്. ഇല്ല ഹയാത്തുഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലുള്ള അവരുടെ ജീവിതം അല്ലാതെ. ഇബ്നു ആദം വല്ലാഹി മുഖ്റത്തുൻ, മനുഷ്യന്റെ ജീവിതം കൈപ്പേറിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ക്ഷീണം കാരണം ഉറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം ഉണ്ടാവും. ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഇല്ല ഹയാത്തുഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊഴികെ. സ്വർഗ്ഗത്തിൽ എന്തില്ല? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ക്ഷീണമല്ല, ഉറക്കല്ല, രോഗമല്ല, വയസ്സാവൂല, മരിക്കൂല, മലമൂത്ര വിസർജനമല്ല. സ്വർഗത്തിലാണ് ഏറ്റവും വിശിഷ്ടമായ ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഇമാം അഹമ്മദിനോട് ചോദിച്ചതുപോലെ ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, എപ്പോഴാണ് ഒരു മുഅ്മിന് റാഹത്ത് ഉണ്ടാവുക? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? സ്വർഗത്തിൽ തന്റെ ആദ്യ കാൽപാദം എടുത്തു വെക്കുമ്പോൾ. അപ്പോഴാണ് അദ്ദേഹത്തിന്, ഒരു മനുഷ്യന്, മുഅ്മിന് റാഹത്ത് ഉണ്ടാവുക എന്നുള്ളത്. وكان إذا تلا അദ്ദേഹം പാരായണം ചെയ്താൽ സൂറത്തുൽ അറാഫ് 163ാമത്തെ ആയത്ത്, വസ്അൽഹും അനിൽ ഖറിയതി അല്ലതി കാനത് ഹാദിറത്തുൽ ബഹർ, കടലിന്റെ അടുത്തായിരുന്ന ആ ഗ്രാമത്തെ കുറിച്ച് നീ അവരോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ഈ ആയത്തിനെ അതിന്റെ തുടർച്ച അത് ഓതിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുമായിരുന്നു. യഖൂൽ ഹൂതുൻ ഹറമല്ലാഹു തആല അലൈഹിം സൈദഹു യൗമ മിൻ അയ്യാമിൽ ജുംഅ. ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകളെ ആ ചരിത്രം നമുക്ക് അറിയുന്നതാണ്. ഇദ്ദേഹം ഹസൻ ബസ്രി വിശദീകരിക്കുകയാണ്. അവരോട് ചില മത്സ്യം അല്ലെങ്കിൽ ഒരു മത്സ്യത്തെ പിടികൂടരുത് ഒരു ദിവസം, പ്രത്യേക ദിവസം, സബ്ത്തിന്റെ ആളുകൾ എന്നുള്ള സംഭവം, ആ ദിവസം ഇന്ന മീനിനെ നിങ്ങൾ പിടിക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടു. വഹല്ലഹു ഫീമാ സിവാ ദാലിക മിനൽ അയ്യാം, ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. വകാന യഅതീഹിം യൗമ തഹ്രീം കൽ മുഹാസിരി മാ യംതനി, തടയപ്പെട്ട മീൻ അവരുടെ അടുക്കലേക്ക് ആ ദിവസത്തിൽ വളരെ ചാകര പോലെ വരുമായിരുന്നു. മിൻ അജ്ലിൽ മിഹ്നതി വൽ ബലിയതി വൽ ഇഖ്തിബാരി ബിത്വാഅ, പരീക്ഷിക്കാൻ വേണ്ടി. നമുക്കെല്ലാം അല്ലാഹു തആല നമ്മളോട് കാര്യം ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുണ്ടാവുക. കാരണം നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി അവര് അനുസരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത്. ഫജഅലു യൽഹൂന ബിഅഖ്ദിഹി വയുംസികൂന മഖാഫതൻ വതഅബ്ബുദൻ, അവരെന്ത് ചെയ്തു? അവരൊരു കളി ഒപ്പിച്ചു. അവർ ആ ദിവസത്തിൽ അതിനെ പിടിച്ച് തടഞ്ഞു വെക്കും. പക്ഷെ അതിനെന്ത് ചെയ്യില്ല, അതിനെ ഭക്ഷിക്കൂല. അത് പിന്നെ അള്ളാഹ് വിരോധിച്ചു എന്നവർക്ക് ഭക്ഷിക്കൂല, തടഞ്ഞു വെക്കും. അങ്ങനെ അവര് പറ്റിക്കാൻ നോക്കി. അങ്ങനെ അവർ അതിനെ പിന്നെ അതിനെടുത്ത് പിടിച്ചു ഭക്ഷിച്ചു. അങ്ങനെ അവരുടെ സമൂഹം എല്ലാം അത് ഭക്ഷിച്ചു. ഫനൂദു സലാസൻ വഹും നായിമൂൻ, അങ്ങനെ അവർ ഉറങ്ങുന്ന ഒരു സമയത്തിൽ 3 തവണ അവർ വിളിച്ചു. തുമ്മനൂദു യാ അഹ്ലൽ ഖറിയ, നാട്ടുകാരെ വിളിച്ചു. ഫൻതബഹ റിജാലു വന്നിസാ വസിബിയാൻ, അതിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം വിളി കേട്ടു. ഫഖീല ലഹും, അവരോട് പറയപ്പെട്ടു, കൂനു ഖിറദതൻ ഖാസീൻ ഫകാനു കദാലിക്, അവരോട് കുരങ്ങന്മാരുടെ രൂപത്തിലാവാൻ അള്ളാഹു കൽപ്പിക്കുകയും അവർ കുരങ്ങന്മാരുടെ രൂപത്തിലാവുകയും ചെയ്തു. തഫ്സീറുകളെല്ലാം വന്നിട്ടുള്ള യൗമുസ് സബ്തിൽ മീനിനെ പിടിക്കരുത് എന്ന് പറഞ്ഞ് അത് തടഞ്ഞു വെച്ചിട്ട് അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കിയ ആളുകളുടെ അവസ്ഥയാണത്. അള്ളാഹു അവരെ കുരങ്ങന്മാരായി ശിക്ഷിച്ചു. അതിനെന്തിനാ കുരങ്ങന്മാരാക്കിയത് എന്ന് ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമലാണ് എന്ന്. എന്താണ് കാരണം? അവര് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞ ദിവസം പിടിച്ചിട്ടില്ല. അവരെന്താ ചെയ്തത്? തടഞ്ഞു വെക്കുക ചെയ്തത്. എന്നിട്ട് വേറെ ദിവസം പിടിച്ചത്. അപ്പൊ ഒരു പറ്റിക്കാണ് നോക്കിയത്. അതുകൊണ്ടാണ് മനുഷ്യനോട് ഏറ്റവും സാമ്യത തോന്നുന്ന ഒരു ജീവിയാക്കി അവരെ മാറ്റിയത് എന്ന് ഇത് വിശദീകരിക്കുന്ന ജസാഉ മിൻ ജിൻസിൽ അമലിൽപ്പെട്ട കാര്യമാണിത് എന്ന് ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ലാഹ് എല്ലാം വിശദീകരിച്ച് കാണാം. അതിന് തുടർച്ചയായിട്ട് പറയാണ്, വൈമുല്ലാഹ്, അല്ലാഹുവാണ്, ലഹുർമതു അബ്ദിൻ മുഅ്മിനിൻ യുഖ്തലു ദുൽമൻ അഅ്ലമു ഇൻദല്ലാഹി മിൻ കുല്ലി ഹൂത്തിൻ ഖുലിഖ, ഒരു മുഅ്മിനായ അടിമ അവൻ അക്രമമായിട്ട് കൊല്ലപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മത്സ്യത്തിനേക്കാൾ, അതിനെല്ലാം കൊല്ലുന്നതിനേക്കാളും ഗൗരവമുള്ള വിഷയം. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും വിഷയവുമായി ബന്ധിപ്പിച്ച് അദ്ദേഹം പറഞ്ഞതായിരിക്കണം, ഒരു മുഅ്മിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായിരിക്കണം. വലാകിൻ ജഅലല്ലാഹു തആല മൗഇദ ഖൗമിൻ സാഅ,
പക്ഷേ ഇങ്ങനെ ആക്രമിച്ച് കൊല്ലുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. വസ്സാഅതു അദ്ഹാ വഅമർ, എന്നാൽ അന്ത്യനാൾ എന്നുള്ളത് ആ സമയം ഭയപ്പാടുള്ളതും ഏറ്റവും കയ്പ് നിറഞ്ഞതുമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരു മുഅ്മിനിനെ അക്രമമായിട്ട്, അഥവാ ഒരു മുഅ്മിനെ വധിക്കാൻ 3 സന്ദർഭങ്ങളിൽ അനുവാദമുള്ളത്. അഥവാ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളെ ഒന്നുകിൽ മറ്റൊരാളെ കൊന്നിരിക്കണം, അല്ലെങ്കിൽ വിവാഹിതനായിട്ട് വ്യഭിചരിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത് മുർത്തദായി പോകണം. ഈ 3 പേരിലെ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ കൊല്ലാൻ അനുവദനീയമായിട്ടുള്ള അവസ്ഥകളുള്ളത്. അതല്ലാതെ ദുൽമായിട്ട് വധിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള വിഷയമാണ്. ഈ ഭൂമി മൊത്തം നശിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അടുത്ത ദിവസത്തിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.